പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? അമേരിക്ക അടക്കം അന്തം വിട്ട് നിൽക്കുന്ന 1-ാം നമ്പർ ആരോഗ്യ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ഏതോ പട്ടി കയറുമെന്ന് പറഞ്ഞ് അടച്ചിട്ട വാതിലുകൾക്ക് മുന്നിൽ CPR കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ ഒരു പാവപ്പെട്ടവൻ പ്രാണൻ പിടഞ്ഞ് ലോകം പിടിഞ്ഞ വാർത്തയടക്കം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. തടിത്തറ ഇളകി ആളെ കൊന്നിടിഞ്ഞു വീണ് ആശുപത്രി കിട്ടണം പോലെ അട്ടിയടുങ്ങി വീഴുന്ന ആരോഗ്യ വകുപ്പിന് അനാസ്ഥാ വാർത്തകൾ രോഷപ്പെട്ടും വേദനിച്ചും പൊട്ടിത്തെറിച്ചും പറഞ്ഞങ്ങ് മടുക്കലാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസക്കാലം ഈ ചർച്ചാവേദിയിൽ ചെയ്ത ഡിബേറ്റുകൾക്കും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾക്കും കയ്യും കണക്കുമുണ്ടോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇരിക്കാനും നിൽക്കാനും രാത്രി ഉറങ്ങാനും കഴിയാത്ത കൊടലി വിരിയുന്ന വേദനയിൽ കോഴിക്കോട്ടൊരു പാവം സ്ത്രീ ആശുപത്രികൾ കയറിയിറങ്ങിയതും ഉള്ള ഉപജീവന മാർഗം അടഞ്ഞ് ജീവിതം നാനാവിധമായതും പ്രേക്ഷകരെ ആദ്യം അറിയിച്ചതും 24 നമ്മളാണ്. നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. ഒരു നിയോഗം പോലെ ഇന്നലെ രാത്രി 9 മണിക്കാണ് പ്രിയപ്പെട്ടവൻ അശ്വിൻ പാലാഴി അതേപോലെ ഒരു അമ്മയുടെ വയറ്റിൽ 5 ആണ്ടുകാലം കത്രിയുടെ പഴുപ്പും ചോരയും വേദനാവർഷങ്ങൾ പറഞ്ഞിട്ട് അയ്യോ പടച്ചോനെ എന്ന് നമ്മൾ ആരെങ്കിലും ഞെട്ടിയോ? ഇല്ല. അതല്ല ഓടിക്കളിച്ച് വീണ കുറ്റത്തിന് കൈമുറിച്ചു കളഞ്ഞൊരു കുഞ്ഞിന്റെ വേദന, പ്രാണവായു ഊട്ടി മരിച്ചവന്റെ അവസാന ശ്വാസം, ICU പീഡനം, ആ മോർച്ചറി കണക്ക് നിലത്ത് കിടന്ന നരകയാതനയിൽ മരിച്ചുപോയ ഓട്ടോറിക്ഷക്കാരൻ വേണുച്ചേട്ടൻ. ഓരോന്നിനും പിന്നാലെ വരും പ്രചാരവേല, ആരോഗ്യ വകുപ്പിനെതിരെ മാധ്യമ ഗൂഢാലോചന, ആരോഗ്യമന്ത്രിയോട് ആർക്കോ കുശുമ്പ്. ഇത് ചേട്ടൻ ചൂടാവണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത്? ഞാൻ ശരിക്കും ചൂടായതാണ്. അധികാരത്തോട് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് വാലാട്ടി നിൽക്കുന്ന PR ജേണോകളുടെ നാണം കെട്ട വൈറ്റ് വാഷിംഗ് വായാട്ട് വീണ്ടും വീണ്ടും കണ്ടും കേട്ടും മരവിച്ചവരാണ് നമ്മൾ ആരോഗ്യ കേരളത്തിന്റെ ന്യൂ നോർമൽ. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. വണ്ടാനത്ത് അന്നുണ്ടായിരുന്ന കമ്പും കോലും കത്രികയും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് വാർത്താ സമ്മേളന തള്ള്. പിന്നെ ആ ചേച്ചിയുടെ വയറ്റിലെ കത്രിക ജന്മനാ സ്വയംഭുവായതാണ് സാറേ. വിവരമുള്ളവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സർ. അതോ വിശന്നപ്പോ ഉപ്പ് കൂട്ടി വിഴുങ്ങിയതാണോ കത്രിക? അയ്യോ അത് കത്രികയല്ല, ഏതോ മാക്കോട്ടയാ, വേറെന്തോ കിടുതാപ്പ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. 50 വർഷം അകത്തിരുന്നാലും ഒരു കുഴപ്പമില്ലടോ എന്നൊരു ഡോക്ടർ നാമധാരി അങ്ങ് പറയലാണ്. സ്വന്തം വീട്ടിലെ കൊച്ചാണെങ്കിൽ ഏതെങ്കിലും മന്ത്രി ബന്ധുവിന്റെ പള്ളക്കാണ് കത്തിയെങ്കിൽ ഇത്ര ധൈര്യത്തിൽ ഇളിച്ചു പറയോ മര്യാദ കെട്ട വൃത്തികേട് ഒഡാസിറ്റി? ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങടോ. കാലങ്ങളായി കേരളം കെട്ടിപ്പടുത്ത ആരോഗ്യ സംവിധാനം തൊലച്ച കാലം, ആവർത്തന പിഴകളിൽ പട്ടിവിലയില്ലാത്ത ഗതികെട്ട മനുഷ്യർ, നാനാവിധമായി പോയ മുടിഞ്ഞ കാലം, ഇരുണ്ട കാലം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.